ഹലോ സ്റ്റുഡൻസ്, നമ്മൾ മൊഡ്യൂൾ 5 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 3 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരെ ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് പോവാണ്. മൊഡ്യൂൾ 5 നമുക്ക് രണ്ട് ടോപ്പിക്കാണ് ഉള്ളത്. ഒന്ന് തിയറി ഓഫ് കോളംസ്, പിന്നെ ഫെയിലിയർ തിയറീസ്. കോളംസ് ഫസ്റ്റ് സെക്ഷൻ ആണ് കോളം, തിയറി ഓഫ് കോളംസ്. കോളംസ് ഓർ സ്ട്രറ്റ് എന്ന് പറയും, STRUT. എന്താണ് കോളം എന്ന് നോക്കാം. അപ്പോൾ കോളംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു വെർട്ടിക്കൽ പില്ലർ അല്ലെങ്കിൽ വെർട്ടിക്കൽ മെമ്പറാണ്. അപ്പോൾ കോളംസിന്റെ ഡെഫിനേഷൻ എന്താ നോക്കാം. കോളംസ് ആർ വെർട്ടിക്കൽ മെമ്പേഴ്സ്. ഇപ്പോൾ വെർട്ടിക്കൽ മെമ്പേഴ്സ് ആണ്, അതായത് വെർട്ടിക്കൽ മെമ്പർ എന്ന് പറയുമ്പോൾ ക്രോസ് സെക്ഷൻ സ്ക്വയർ ആവാം, റെക്റ്റാങ്കിൾ ആവാം, ഐ സെക്ഷൻ അല്ലെങ്കിൽ ടി സെക്ഷൻ ഒക്കെ ആവാം. ഏത് ക്രോസ് സെക്ഷൻ വേണമെങ്കിലും വരാം. അപ്പോൾ കോളംസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ മെമ്പേഴ്സ് ആണ്, സബ്ജക്റ്റഡ് ടു കംപ്രസീവ് ലോഡ്സ്. കംപ്രസീവ് ലോഡ്, അതായത് രണ്ട് എൻഡിലും. ഇപ്പോൾ ഒരു വെർട്ടിക്കൽ ഒരു പില്ലർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് എൻഡിലും കംപ്രസീവ് ലോഡ് വരും. അപ്പോൾ മുകളിൽ ലോഡ് വന്നു കഴിഞ്ഞാൽ കംപ്രഷൻ ആയിരിക്കും അതിനകത്ത് വരുന്നത്. ദെൻ കോളംസ് ആർ യൂസ്ഡ് ആസ് ബിൽഡിംഗ് ഫ്രെയിംസ്. അപ്പം നമ്മൾ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പില്ലറൊക്കെ കണ്ടിട്ടുണ്ടാവും. ബിൽഡിങ്ങിൻ്റെ ഫ്രെയിമായിട്ട് യൂസ് ചെയ്യുന്നത് പില്ലർ, അതൊക്കെയാണ് കോളം എന്ന് പറയുന്നത്. ദെൻ കോളംസ് ഫെയിൽ ബൈ ബെൻഡിങ് ഓർ ബക്ലിംഗ് അണ്ടർ കംപ്രസീവ് ലോഡ്. അപ്പം നമ്മൾക്ക് അറിയാം, കംപ്രസീവ് ലോഡാണ് കോളത്തിൽ വരുന്നത്, കോളം അല്ലെങ്കിൽ പില്ലർ. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്നത് ശരിക്കും പറഞ്ഞാൽ പില്ലറായിരിക്കും. ഇപ്പോൾ ബിൽഡിംഗ് ഒക്കെ പണിയുമ്പോൾ പില്ലറുകൾ ഉണ്ടായിരിക്കും. ആ പില്ലറിനകത്ത് കംപ്രസീവ് ലോഡ് വരുന്നത്, മുകളിൽ വെയിറ്റ് വരും, മുകളിൽ നല്ല ലോഡ് വരുമ്പോൾ അതിനകത്ത് കംപ്രഷനാണ് വരുന്നത്, കംപ്രസീവ് ലോഡ് വരും. അങ്ങനെയാണെങ്കിൽ കോളം ഫെയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കോളം ഫെയിൽ ചെയ്യുന്നത് ബെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് വെർട്ടിക്കൽ ആയിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ മുകളിൽ കംപ്രസീവ് ലോഡ് വരുമ്പോൾ അത് സൈഡിലേക്കായിരിക്കും ബെൻഡ് ചെയ്യുന്നത്. അതായത് ലാറ്ററൽ ഡിഫ്ലക്ഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ലാറ്ററൽ ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, സൈഡിലേക്ക് ബെൻഡ് ചെയ്തിട്ട് ഒരു സി ഷേപ്പിൽ ആവും. അങ്ങനെയാണ് അത് ഫെയിൽ ചെയ്യുന്നത്. അങ്ങനെ ഫെയിൽ ചെയ്യുന്നതിന് ഇത് ബക്ലിംഗ് എന്ന് പറയും. അങ്ങനെ അത് സൈഡിലേക്ക് സി പോലെ വളഞ്ഞു വരും. അങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നത്. കാരണം മോളിൽ നിന്നല്ല ലോഡ് വരുന്നത്, വെർട്ടിക്കൽ ഡയറക്ഷനിൽ. ഇത് വെർട്ടിക്കലായിട്ടാണ് കോളം നിൽക്കുന്നത്. ലോഡ് വെർട്ടിക്കൽ വരുമ്പോൾ അത് ബെൻഡ് ചെയ്യുന്നത് സൈഡിലേക്കായിരിക്കും, ലാറ്ററലായിരിക്കും അത് ബെൻഡ് ചെയ്യുന്നത്, അത് ഡിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ സി ഷേപ്പിലായിട്ട് വരും. അങ്ങനെ ബെൻഡ് ചെയ്യുന്നതിന്, അങ്ങനെ ഫെയിൽ ആവുന്നതിനാണ് അതിനെ ബക്ലിംഗ് എന്ന് പറയും. അപ്പം ബക്ലിംഗ് എന്നാണ് ആ പ്രോസസ്സിനെ പറയുന്ന പേര്. അത് ഫെയിൽ ആവുന്നത്, ആ സി ഷേപ്പിൽ അത് വളയും, അതിനെ പറയുന്ന പേരാണ് ബക്ലിംഗ് എന്ന് പറയുന്നത്. ഇനി ലോങ് ആൻഡ് ഷോർട്ട് കോളംസ് ഉണ്ട്. അപ്പം എന്താന്ന് നോക്കാം, ഈ ലോങ് കോളം ആൻഡ് ഷോർട്ട് കോളം എന്നൊക്കെ പറയുന്നത്. അതിന് മുമ്പ് നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് നോക്കാം. അത് വെച്ചിട്ടാണ് നമ്മൾ ലോങ് ആണോ ഒരു കോളം ലോങ് ആണോ ഷോർട്ട് ആണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം എന്താണ് സ്ലെൻഡർനെസ് റേഷ്യോ? അപ്പം സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് കോളത്തിൻ്റെ ലെങ്ത് ടു ദ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്ന് നമുക്കറിയാം. അതിന് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ കെ ആണ്. അപ്പം തന്നിരിക്കുന്ന കോളത്തിൻ്റെ ലെങ്ത്തിനെ ഡിവൈഡ് ബൈ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ, അതാണ് നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ എന്താണ് ഈ സ്ലെൻഡർനെസ് റേഷ്യോയുടെ സിഗ്നിഫിക്കൻസ് നോക്കാം. ഈ സ്ലെൻഡർനെസ് റേഷ്യോനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ലാംഡ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. ദെൻ ലാംഡ ഇസ് ഈക്വൽ ടു എൽ ബൈ കെ. എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് കോളം ആൻഡ് കെ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ. എ കോളം വിത്ത് ലാംഡ ലെസ് ദാൻ 80. അപ്പം ലാംഡയുടെ വാല്യൂ ലെസ് ദാൻ 80 ആണെങ്കിൽ അതിനെ ഷോർട്ട് കോളം എന്ന് പറയും. ഷോർട്ട് കോളം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് എന്താണ് ബക്ലിംഗ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ബക്ലിംഗ് എന്താണ് ചെയ്യുന്നത്. അതായത് അത് ഫെയിൽ ആവും, സി ഷേപ്പിൽ ബെൻഡ് ചെയ്യുന്നു. അപ്പോൾ നോക്കി, ഇവിടെ ഒരു കോളം കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ ലെങ്ത് എൽ ആണ്, സ്മോൾ ലെറ്റർ എൽ ആണ് ഈ കോളത്തിൻ്റെ ലെങ്ത്. കണ്ട, ഈ ഒരു വെർട്ടിക്കൽ കോളം അല്ലെങ്കിൽ വെർട്ടിക്കൽ പില്ലർ, ഇവിടെ ഒരു കംപ്രസീവ് ലോഡ് ആക്ട് ചെയ്യുന്നത് പി. ഈ ലോഡ് ആക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ബെൻഡ് ചെയ്യും. അത് ഡിഫ്ലക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഈ ഷേപ്പിലായിരിക്കും, സി ഷേപ്പിൽ. കണ്ട, അപ്പോൾ വൈ എന്ന് പറയുന്നതാണ് ഡിഫ്ലക്ഷൻ. അപ്പോൾ ലോഡ് പി യുടെ ആക്ട് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യും. ഇങ്ങനെ കംപ്രസീവ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഇത് ഡിഫ്ലക്ട് ചെയ്യും. അപ്പോൾ വെൻ എ ലാർജ് കോളം സബ്ജക്റ്റഡ് ടു കംപ്രസീവ് ലോഡ്
ഇറ്റ് ഡിഫ്ലക്ട്സ് എലോങ് ലാറ്ററൽ ഡയറക്ഷൻ. ഇങ്ങനെ ലാറ്ററൽ ഡയറക്ഷനിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ബക്ലിംഗ് എന്ന് പറയുന്നത്. ബക്ലിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 2 മാർക്കിൻ്റെ ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഇതെന്താണെന്ന് എഴുതണം, ഈ ഫിഗർ വരച്ചിട്ട് എഴുതാം. ഇനി ബക്ലിംഗ് ലോഡ് എന്താണ്? ബക്ലിംഗ് ലോഡ് എന്ന് പറയുന്നത് the maximum limiting load at which the column tends to have lateral displacement or tends to buckle is called the buckling or crippling load. അതായത് ബക്ലിംഗ് ലോഡ് എന്ന് പറയുന്നത് വെച്ചാൽ, അതായത് കോളം ബെൻഡ് ചെയ്യാൻ തുടങ്ങുന്ന ആ ലോഡ്, ആ മാക്സിമം ലിമിറ്റിംഗ് ലോഡ്, അതായത് നമ്മൾ ഒരു പരിധി വരെ ലോഡ് കൊടുത്താലൊന്നും കോളം ബെൻഡ് ചെയ്യില്ല. പക്ഷേ ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ബെൻഡ് ചെയ്യാൻ തുടങ്ങും. ആ മാക്സിമം ലിമിറ്റിംഗ് ലോഡ്, അതായത് ബെൻഡ് ചെയ്യാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ അത് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ആവാൻ തുടങ്ങുന്ന ആ സമയത്തുള്ള ആ മാക്സിമം ലോഡ്, അതിനാണ് ബക്ലിംഗ് ലോഡ് എന്ന് പറയുന്നത്. ഈ ബക്ലിംഗ് ലോഡിനെ പറയുന്ന വേറൊരു പേരാണ് ക്രിപ്ലിംഗ് ലോഡ്. ബക്ലിംഗ് ഓർ ക്രിപ്ലിംഗ്, CRIPPLING, ക്രിപ്ലിംഗ് ലോഡ്. അപ്പോൾ ബക്ലിംഗ് ലോഡ് ഓർ ക്രിപ്ലിംഗ് ലോഡ് എന്ന് പറയും. ഇനി സേഫ് ലോഡ് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ ആക്ച്വൽ ലോഡ് ആക്ടിങ് ഓൺ ദ കോളം, ഇറ്റ് ഈസ് ബിലോ ദ ബക്ലിംഗ് ലോഡ്. അതായത് ബക്ലിംഗ് ലോഡ് എത്തിക്കഴിഞ്ഞാൽ, ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് എത്തിക്കഴിഞ്ഞാൽ കോളം ഡിഫ്ലക്റ്റ് ചെയ്യും, കോളം വളയും, ബെൻഡ് ചെയ്യും. പക്ഷെ ബെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഉള്ള നമുക്ക് സേഫ് ആയിട്ട് കൊടുക്കുക, ബെൻഡ് ചെയ്യാതിരിക്കുന്ന ആ ലോഡ്, അതായത് ബെൻഡ് ചെയ്യുന്നതിന് മുമ്പ് കൊടുക്കും, നമ്മൾ സേഫ് ആയിട്ട് കൊടുക്കുക, ബെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി സേഫ് ആയിട്ട് കൊടുക്കാവുന്ന ലോഡിനാണ് നമ്മൾ സേഫ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ റേഷ്യോ ഉണ്ട്, ബക്ലിംഗ് ലോഡ് ഡിവൈഡ് ബൈ സേഫ് ലോഡ്. ബക്ലിംഗ് ലോഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഫെയിലിയർ വരുന്ന ലോഡ് ഡിവൈഡ് ബൈ ഫെയിലിയർ വരാത്തതാണ് സേഫ് ലോഡ്. അപ്പോൾ ഡിവൈഡ് ബൈ സേഫ് ലോഡ് എന്ന് പറയുന്നത് അതിന് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയും. ഇനി ടൈപ്സ് ഓഫ് കോളംസ് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയിരുന്നതാണ്. ഷോർട്ട് കോളം, എ കോളം വിത്ത് ലെങ്ത് ഈസ് ലെസ് ദാൻ 8 ടൈംസ് ഓഫ് റേഡിയൻ എന്നാണ്, അതിനാണ് ഷോർട്ട് കോളം എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് കോളം എന്ന് പറയുന്നത് കോളം വിത്ത് ലെങ്ത് ഓഫ് കോളം എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസ്. ഇപ്പോൾ കോളം അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 ടൈംസ് റേഡിയസ്, അല്ലെങ്കിൽ സ്ലെൻഡർനെസ് റേഷ്യോ ലെസ് ദാൻ 32. നേരത്തെ 80 പറഞ്ഞിട്ടുണ്ടായിരുന്നു, 80 ഓർ 32. അപ്പോൾ പല ടെക്സ്റ്റിനകത്തും പല ഇത് ഉണ്ടാവും, കണ്ടീഷനായിരിക്കും പറയുന്നത്. മീഡിയം കോളം, ഇവിടെ കോളം എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ലെങ്ത് ഓഫ് കോളം വേരിയിങ് ഫ്രം 8 ടൈംസ് ഓഫ് ദ ഡയാമീറ്റർ ടു 30 ടൈംസ് ഓഫ് ഡയാമീറ്റർ ആണ്. അല്ലെങ്കിൽ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് 32 തൊട്ട് 120 വരെയുള്ളതാണ് നമ്മുടെ മീഡിയം കോളം എന്ന് പറയുന്നത്. ലോങ് കോളം എന്ന് പറയുന്നത് സ്ലെൻഡർനെസ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 120 ആയിരിക്കും. അപ്പോൾ ഇവിടെ മീഡിയം കോളത്തിലാണെങ്കിൽ 32 തൊട്ട് 32 താഴെയാണെങ്കിൽ ഷോർട്ട് കോളം, 32 തൊട്ട് സ്ലെൻഡർനെസ് റേഷ്യോ 32 തൊട്ട് 120 ആണെങ്കിൽ അത് മീഡിയം കോളം, 120 കൂടുതലാണെങ്കിൽ അത് ലോങ് കോളം. അല്ലെങ്കിൽ ലെങ്ത് ഓഫ് കോളം ഈസ് ഗ്രേറ്റർ ദാൻ ദ 30 ടൈംസ് ദ ഡയാമീറ്റർ. ഇതെപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ക്രോസ് സെക്ഷൻ സർക്കിൾ ആണെങ്കിൽ മാത്രമേ ഈ കണ്ടീഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ വെച്ചിട്ട് കമ്പയർ ചെയ്യും. അടുത്ത സൈൻ കൺവെൻഷൻ. ഇപ്പൊ കോളം ബെൻഡ് ചെയ്യുമല്ലോ, അപ്പൊ ബെൻഡ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് പോസിറ്റീവ്, ആ സൈൻ കൺവെൻഷൻ നമ്മൾ എങ്ങനെ എടുക്കാന്ന്. ദ ബെൻഡിങ് മൊമെന്റ് വിച്ച് ടെൻസ് ടു ബെൻഡ് ദ കോളം സച്ച് ആസ് കോൺവെക്സിറ്റി. കോൺവെക്സിറ്റി എന്ന് പറയുന്നത് കോൺവെക്സ് ഷേപ്പ് ഈസ് ടുവേർഡ്സ് ദ ഇനീഷ്യൽ സെൻറ്റർ ലൈൻ ഇറ്റ് വിൽ ബി പോസിറ്റീവ്. കണ്ടോ, കോൺവെക്സിറ്റി. ഇപ്പം ഇത് ഈ കോളം എങ്ങനെയായിരുന്നു, ഈ ഡോട്ടഡ് ലൈൻ ആയിരുന്നു അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ, ബെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വരും. ഇവിടെ ഈ കേസിനകത്ത് ഇവിടെ ഇപ്പോൾ 2 എൻഡും പിൻ ചെയ്തേക്കാണ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ചെയ്തേക്കാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഒരു എൻഡ് ഫിക്സ്ഡും മറ്റേ എൻഡ് ഫ്രീ ആയിരുന്നു. അപ്പോൾ പിന്നെ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങോട്ട് പോയി, ഈ ഷേപ്പിൽ ബെൻഡ് ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്തു. ഇവിടെ ഈ 2 എൻഡും പിൻ ചെയ്തിട്ടേക്കാണ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ ഇതാണ് കോൺവെക്സിറ്റി, ഇത് കോൺകേവ് അല്ലേ. ഈ കോൺകേവ് സർഫസ് ടുവേർഡ്സ് പഴയ സെൻട്രൽ ലൈൻ അല്ലേ, അവിടേക്ക് ആണെങ്കിൽ അടുത്താണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ഇനി കോൺവെക്സിറ്റി ടുവേർഡ്സ് ദ ഇനീഷ്യൽ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഇതാണ്,
അപ്പോൾ കോൺവെക്സിറ്റി ടുവേർഡ്സ് ഇനീഷ്യൽ സെൻട്രൽ ലൈൻ ആണെങ്കിൽ അത് പോസിറ്റീവ്. അപ്പോൾ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവാണ്. അടുത്ത സ്റ്റെബിലിറ്റി ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് കോളംസ്. അപ്പോൾ നമ്മൾ കോളത്തിൻ്റെ സ്റ്റെബിലിറ്റിയും ആൻഡ് ഇക്വിലിബ്രിയത്തിൻ്റെ കാര്യം എങ്ങനെയാണ് പറയുന്നത്. വെൻ ദ ലോഡ് പി ഓൺ ദ കോളം, ഇപ്പോൾ കോളത്തിൽ വെർട്ടിക്കൽ എൻഡിൽ ആക്ട് ചെയ്യുന്ന ലോഡ് പി, if it is less than ക്രിപ്ലിംഗ് ലോഡ്, ആ ക്രിപ്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡിനേക്കാളും കുറവാണെങ്കിൽ then the structure is in a state of equilibrium. അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ്. ആൻഡ് ദാറ്റ് ഇക്വിലിബ്രിയം ഈസ് സ്റ്റേബിൾ ആണ്. ബട്ട് അതായത് ബക്ലിംഗ് ലോഡ് എന്ന് പറഞ്ഞാൽ അത് ഡീഫോർമേഷൻ ഉണ്ടാക്കുന്ന ആ ലോഡാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ലോഡ് ആ ഡീഫോർമേഷൻ ഉണ്ടാക്കുന്ന ലോഡ്, അതായത് ബക്ലിംഗ് ലോഡിനേക്കാളും കുറവാണെങ്കിൽ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കും. പക്ഷേ when the load is greater than crippling load, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ലോഡ് ഗ്രേറ്റർ ദാൻ ക്രിപ്ലിംഗ് ലോഡ് ആണെങ്കിൽ ദ കോളം ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം വിച്ച് ഈസ് അൺസ്റ്റേബിൾ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ലോഡ് അത് ക്രിപ്ലിംഗ് ലോഡിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് എന്താണ്, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പോൾ അതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ലോഡ് ബക്ലിംഗ് ലോഡിനേക്കാളും കുറവാണെങ്കിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് ക്രിപ്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് വെൻ ദ ലോഡ് ഈസ് റിമൂവ്ഡ്. ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തിട്ട് ആ ലോഡ് ചെറുതായി ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഇനി ആ ലോഡ് മാറ്റിക്കഴിഞ്ഞാൽ അത് ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നില്ല. ആ ഡിഫ്ലക്ഷൻ കൊടുത്തത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് നമ്മൾ ലോഡ് മാറ്റിക്കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയും. ഒറിജിനൽ പൊസിഷനിലേക്ക്, ഇപ്പോൾ സി ഷേപ്പിൽ ബെൻഡ് ചെയ്തിട്ട് നമ്മൾ ലോഡ് മാറ്റി കഴിഞ്ഞാൽ വീണ്ടും സ്ട്രെയിറ്റ് ആവണം, വെർട്ടിക്കൽ ആവണം. പക്ഷേ അതങ്ങനെ ആവണില്ല, വീണ്ടും സി ഷേപ്പിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയും. അപ്പോൾ 3 ടൈപ്പ് ഇക്വിലിബ്രിയം, സ്റ്റേബിൾ, അൺസ്റ്റേബിൾ ആൻഡ് ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം, അത് ഡിസ്പ്ലേസ് ചെയ്തു, നമ്മൾ സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ് ചെയ്തു. ഇപ്പോൾ ലോഡ് കൊടുക്കുമ്പോൾ സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ് ചെയ്തു, ദെൻ ലോഡ് മാറ്റിക്കഴിഞ്ഞാൽ ഒറിജിനൽ പൊസിഷനിലേക്ക് വരുമ്പോഴാണ് അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാവുന്നത്. അതുപോലെ ഒറിജിനൽ പൊസിഷനിലേക്ക് വന്നില്ലെങ്കിൽ ന്യൂട്രൽ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അതവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇതാണ്. ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഗർ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ബോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. ഇതിനെ നമ്മൾ ഉരുട്ടി ഇവിടെ കൊണ്ടുവച്ചിട്ട് വിട്ട് കഴിഞ്ഞാലും തിരിച്ച് ഈ പൊസിഷനിലേക്ക് വരും, ഒറിജിനൽ പൊസിഷനിലേക്ക് അത് എത്തും. അതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ കേസിനകത്ത് നമ്മൾ ഈ സ്പിയറിൻ്റെ മുകളിൽ ഇവിടെ ബോൾ വെച്ചു, അത് പതുക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നോളും. ഇപ്പോഴത്തെ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ്. പിന്നെ അവിടുന്ന് തട്ടി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, തിരിച്ചു വരില്ല, തിരിച്ച് താഴേക്ക് വീഴും. പിന്നെ അത് ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു പോവില്ല. അപ്പോൾ ഇത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിനെ കാണിക്കാൻ വേണ്ടി ഒരു ഫിഗർ വരച്ചാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇക്വിവാലന്റ് ലെങ്ത് ഓഫ് കോളം. എന്താണ് ഒരു കോളത്തിൻ്റെ ഇക്വിവാലന്റ് ലെങ്ത് എന്ന് പറയുന്നത്? ഇവിടെ ഇതൊരു കോളമാണ് എ ബി, എ തൊട്ട് ബി വരെയാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. എ ബി എന്ന് പറയുന്ന ഒരു കോളം ആണ്, അതിൻ്റെ ലെങ്ത് ഇപ്പോൾ എൽ ആണ്. എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് കോളം. അപ്പോൾ എന്താണ് അതിൻ്റെ ഇക്വിവാലന്റ് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്? അപ്പോൾ ഇവിടെ ലോഡ് പി കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഡിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ലാറ്ററൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വൈ ആണ്. അപ്പോൾ എന്താണ് ഇക്വിവാലന്റ് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നോക്കാം. അപ്പോൾ the distance between adjacent inflection points is known as the equivalent length of column. It is denoted by LE. The point of inflection is the point about which the column tends to rotate. അതായത് ഇക്വിവാലന്റ് ലെങ്ത് ഓഫ് കോളം എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ഇൻഫ്ലെക്ഷൻ പോയിന്റ്സ്
അഡ്ജസൻറ്റ് ഇൻഫ്ലെക്ഷൻ പോയിന്റ്സ്. അപ്പോൾ രണ്ട് ഇൻഫ്ലെക്ഷൻ പോയിന്റ്സ് ഉണ്ട്. ആ ഇൻഫ്ലെക്ഷൻ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇക്വിവാലന്റ് ലെങ്ത് ഓഫ് കോളം എന്ന് പറയുന്നത്. അതിന് എന്താണ് ഇൻഫ്ലെക്ഷൻ പോയിന്റ്സ് എന്ന് പറയും. അപ്പം നമ്മൾ ഇനീഷ്യലി എ ബി ആയിരുന്നു കോളം. അപ്പം നമുക്ക് ആസ് പെർ സിലബസ്, നിങ്ങളുടെ സിലബസ് അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ കോളംസ് പല ടൈപ്പ് ഉണ്ട്. അത് എൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ട് എൻഡ് ഹിഞ്ച് ചെയ്തേക്കുന്നത്. ഹിഞ്ച് ചെയ്യുക വെച്ചാൽ പിൻ ചെയ്തിട്ടുണ്ട്. പിൻ ചെയ്ത ടൈപ്പ് ഉണ്ട്. അതായത് എൻഡ് എയും എൻഡ് ബിയും ഹിഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിയുള്ളൂ. എയിലും ബിയിലും തിരിയും. പിൻ കൊടുക്കാന്ന് പറഞ്ഞാൽ പിന്നിനെ ബേസ് ചെയ്ത് തിരിയും. പിന്നെ രണ്ട് എൻഡും ഫിക്സ് ചെയ്ത കേസ് ഉണ്ട്. ഫിക്സ് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ തിരിയാൻ പറ്റില്ല, അതിനനുസരിച്ച് ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ കർവായിട്ട് വളയും. പിന്നെ ഉള്ള കേസ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് ഫിക്സഡും ഒരു എൻഡ് ഹിഞ്ച്ഡ് അല്ലെങ്കിൽ പിൻ ചെയ്തേക്കുന്നത്. ഇങ്ങനെ 3 കേസുകളാണ് ഉള്ളത്. പക്ഷേ ആസ് പെർ യുവർ സിലബസ് ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ഓർ പിൻ ചെയ്ത കേസ് മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പോൾ അതിൻ്റെ കേസ് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഇത് ആ കേസാണ്, പിൻ ചെയ്തിരിക്കുന്ന കേസാണ്. അപ്പോൾ ഇവിടെ കോളം ഹിഞ്ച്ഡ് അറ്റ് ബോത്ത് എൻഡ്സ്. ഹിഞ്ച്ഡ് അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറഞ്ഞാൽ പിൻ ചെയ്തിരിക്കുന്നത്, പിൻഡ് അറ്റ് എ ആൻഡ് ബി. അപ്പോൾ ഒരു കേസ് നോക്കാം. എന്താണ് ഇക്വിവാലന്റ് ലെങ്ത് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇത് വെച്ച് നോക്കാം. എൻഡ് എയിൽ പിൻ ചെയ്തേക്കാണ്, അതുപോലെ എൻഡ് ബിയിലും പിൻ ചെയ്തേക്കാണ്. അപ്പോൾ ഇനീഷ്യലി അത് എ ബി എന്ന ലൈനിൽ വെർട്ടിക്കൽ ആയിരുന്നു അതിൻ്റെ പൊസിഷൻ. ദെൻ ഒരു പോയിന്റ് പി അപ്ലൈ ചെയ്തു. വെർട്ടിക്കൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ബെൻഡ് ചെയ്ത് ഇതാണ് സി ഷേപ്പിൽ ബെൻഡ് ചെയ്തു കോളം. അപ്പോൾ സി ഷേപ്പിൽ ബെൻഡ് ചെയ്തു. ഇനി നമ്മൾ ഈ കോളത്തിനെ റൊട്ടേറ്റ് ചെയ്യാം. ഈ സി ഷേപ്പിലല്ല ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ പിടിച്ചിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിനെ ബേസ് ചെയ്തിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ പോയിന്റ് എ ആൻഡ് പോയിന്റ് ബി. പോയിന്റ് ബി എയിലും പോയിന്റ് ബിയിലും ബേസ് ചെയ്തിട്ടായിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അല്ല ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും തിരിയുന്നത്, അല്ലെ, കറങ്ങുന്നത്. ആ രണ്ട് പോയിന്റ്സിനാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോയിന്റ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് എയും പോയിന്റ് ബിയും തന്നെയാണ് ഇവിടെ ഇൻഫ്ലെക്ഷൻ പോയിന്റ്സ്. അപ്പോൾ ആ രണ്ട് പോയിന്റ്സിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എൽ തന്നെയാണ്, അത് മാറുന്നില്ല. അപ്പോൾ ഇക്വിവാലന്റ് ലെങ്ത്തിന് നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ എൽ ഇ ആണ്. അപ്പോൾ ഈ കേസിൽ ബോത്ത് എൻഡ്സ് പിൻ ചെയ്ത കേസിനകത്താണെങ്കിൽ, ഹിഞ്ച് ചെയ്ത കേസിലാണെങ്കിൽ എൽ ഇസിക്കൽ ടു എൽ ഇ ആണ്. കാരണം ആ ലെങ്ത് മാറില്ല. അതാണ് ഇൻഫ്ലെക്ഷൻ പോയിന്റ്സ്. അപ്പോൾ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ എന്ന് പറയുന്നത് പോയിന്റ് എബൌട്ട് വിച്ച് ദ കോളം ടെൻസ് ടു റൊട്ടേറ്റ്. ഇവിടെ ഈ കോളം ഇങ്ങനെ സി ഷേപ്പിൽ ബെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനങ്ങോട്ട് സെൻറ്ററിൽ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ അത് തിരിയുന്നത് വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് ബിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ എയും ബിയും ആണ് ഇൻഫ്ലെക്ഷൻ പോയിന്റ്സ്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇക്വിവാലന്റ് ലെങ്ത് എന്ന് പറയുന്നത്. പക്ഷെ അത് എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ ലെങ്ത് തന്നെയാണ്. അപ്പോൾ എൽ ഈസിക്കൽ ടു എൽ ഇ ആണ്. അപ്പോൾ ഹിഞ്ച്ഡ് വരുന്ന കേസിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹിഞ്ച്ഡിൻ്റെ കേസ് മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കേസ് ഹിഞ്ച്ഡിൻ്റെ കേസ് ഇക്വിവാലന്റ് ലെങ്ത് മാത്രമേ എടുക്കുന്നുള്ളൂ. അടുത്തത് യൂളേഴ്സ് ഇക്വേഷൻ ഫോർ കോളംസ് ഓർ യൂളേഴ്സ് തിയറി. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് യൂളേഴ്സ് ഇക്വേഷൻ ഫോർ കോളംസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോളംസ് വിത്ത് ബോത്ത് എൻഡ്സ് പിൻഡ് ഓർ ഹിഞ്ച്ഡ് ഉണ്ട്, പിന്നെ ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ്, പിന്നെ വൺ എൻഡ് ഫിക്സ്ഡ് ആൻഡ് വൺ അതർ എൻഡ് ഹിഞ്ച്ഡ്, അങ്ങനെ 3 കേസുകളാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് ശരിക്കും 3 കേസിൻ്റെയും യൂളേഴ്സ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് ഹിഞ്ച്ഡ് എൻഡ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പിൻഡ് എൻഡ് മാത്രമേ ഉള്ളൂ. ബോത്ത് എൻഡ്സ് പിൻ ചെയ്തേക്കുന്നത്, അതിൻ്റെ മാത്രം യൂളേഴ്സ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. അപ്പോൾ നമുക്ക് യൂളേഴ്സ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് the columns which fail by buckling may be analyzed by Euler's theory. അപ്പോൾ യൂളേഴ്സ് തിയറി വെച്ചിട്ടാണ് നമ്മൾ ബക്ലിംഗ് കാരണം, അതായത് ബക്ലിംഗ് ലോഡ് കാരണം ഫെയിൽ ചെയ്യുന്ന കോളത്തിൻ്റെയൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് യൂളേഴ്സ് തിയറി വെച്ചിട്ടാണ്. അപ്പോൾ യൂളേഴ്സ് തിയറിക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ അസംഷൻസ് നോക്കാം. എന്തൊക്കെ അസംഷനിലാണ് നമ്മൾ യൂളേഴ്സ് തിയറി വെച്ചിട്ട് നമ്മൾ ഡെറിവേഷൻ ചെയ്യുന്നത് നോക്കാം. അതിൻ്റെ അസംഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് അസംഷൻ, കോളം ഈസ് ഇനീഷ്യലി സ്ട്രെയിറ്റ്. കോളം എന്ന് പറയുന്നത് ഇനീഷ്യലി സ്ട്രെയിറ്റ് ആയിരിക്കണം, അതെല്ലാം കോളം ഇനീഷ്യലി സ്ട്രെയിറ്റ് ആയിരിക്കണം. ആൻഡ് സെക്കൻഡ് വൺ, ക്രോസ് സെക്ഷൻ ഓഫ് ദ കോളം ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദ ലെങ്ത്. അതായത് എൻ്റയർ ലെങ്ത്തിൽ ക്രോസ് സെക്ഷൻ യൂണിഫോം ആയിരിക്കണം. ആൻഡ് തേർഡ് അസംഷൻ, ദ ലൈൻ ഓഫ് ത്രസ്റ്റ് coincides exact
എക്സാക്ട്ലി വിതിൻ ദ ആക്സിസ് ഓഫ് കോളം. അപ്പോൾ ലൈൻ ഓഫ് ത്രസ്റ്റ് വരുന്നത് വെച്ചാൽ ആക്സിയൽ ത്രസ്റ്റ് എന്നാൽ ആക്സിയൽ ത്രസ്റ്റ് അത് കറക്റ്റ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ആക്സിസ് തന്നെ വരണം എന്നാണ് പറയുന്നത്. ആൻഡ് ഫോർത്ത് വൺ, മെറ്റീരിയൽ ഓഫ് കോളം ഇസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. അതായത് സെയിം കോമ്പോസിഷൻ ആയിരിക്കണം ആൻഡ് പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ഇൻ ഓൾ ഡയറക്ഷൻസ് ആയിരിക്കണം. ആൻഡ് ലാസ്റ്റ് വൺ, ഷോർട്ടനിങ് ഓഫ് കോളം ഡ്യൂ ടു ആക്സിയൽ കംപ്രഷൻ ഈസ് നെഗ്ലിജിബിൾ. അതായത് ഷോർട്ടനിങ്, അതായത് കംപ്രസീവ് ലോഡ് വരുമ്പോൾ സാധാരണ നമ്മൾ സ്ട്രെയിൻ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ലെങ്ത് ഷോർട്ടൻ ചെയ്യുന്ന ഒരു കേസ് കൂടി കൺസിഡർ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ അത് ഷോർട്ടനിങ് ഉണ്ടായിരിക്കും, പക്ഷെ അത് നെഗ്ലിജിബിൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഷോർട്ടനിങ് അധികം വരില്ല. അതിനു മുമ്പ് അത് ലാറ്ററൽ അത് ബെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഷോർട്ടനിങ് അധികം ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടാവുന്ന ഷോർട്ടനിങ് കുറവായിരിക്കും. അതായത് നെഗ്ലക്ട് ചെയ്യണം. കോളംസ് ഫെയിൽസ് ഓൺലി ഡ്യൂ ടു ബക്ലിംഗ്. അപ്പോൾ കോളംസ് ശരിക്കും ഫെയിൽ ചെയ്യുന്നത് ബക്ലിംഗ് കാരണം കൊണ്ടാണ്. അതായത് ബെൻഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയാണ് അതിൻ്റെ ഫെയിലിയർ ഉണ്ടാകുന്നത് മെയിൻലി. അപ്പോൾ ഇതാണ് 5 അസംഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ യൂളേഴ്സ് ഇക്വേഷൻ ഫോർ കോളം ഡിറൈവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ യൂളേഴ്സ് ഇക്വേഷൻ ഫോർ കോളംസ് വിത്ത് ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ്, രണ്ട് എൻഡും ഹിഞ്ച് ചെയ്തിട്ടുള്ള കോളത്തിന്റെ യൂളർ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകണം. നമ്മൾ ഈ കേസിന്റെ ഒരു ഇക്വേഷൻ മാത്രമേ നമ്മൾ ഡിറൈവ് ചെയ്യുന്നുള്ളൂ, ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ്. അപ്പോൾ സിലബസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കോളംസ് വിത്ത് ബോത്ത് എൻഡ്സ് പിൻഡ് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്, പിൻ ചെയ്തിരിക്കുന്നത്. പിൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സെയിം തന്നെയാണ്, ഹിഞ്ച്ഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. കൺസിഡർ എ കോളം ഹിഞ്ച്ഡ് അറ്റ് ബോത്ത് എൻഡ്സ്. അപ്പോൾ രണ്ട് എൻഡിലും ഹിഞ്ച് ചെയ്തേക്കണം. ഹിഞ്ചോടെ വരച്ചാണ് ചെയ്യുന്നുണ്ടോ, ഒരു ചെറിയ സർക്കിളായിട്ട് അങ്ങനെയാണ് ഹിഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ തിരിയും. അപ്പോൾ ഈ ഹിഞ്ച് അല്ലെങ്കിൽ പിൻ ചെയ്തേക്കാണ് രണ്ട് എൻഡും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ തിരിയും. അത് തിരിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. സബ്ജക്റ്റഡ് ടു ക്രിപ്ലിംഗ് ലോഡ് പി. അപ്പോൾ ക്രിപ്ലിംഗ് ഓർ ബക്ലിംഗ് ലോഡ് പി ഇവിടെ അപ്ലൈ ചെയ്തു. ലെറ്റ് വൈ ബി ദ ഡിഫ്ലക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ബോട്ടം ഹിഞ്ച്. അപ്പോൾ വൈ ഡിസ്റ്റൻസ് ഡിഫ്ലക്ട് ചെയ്തു ഇങ്ങോട്ട്. ഈ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ബോട്ടം ഹിഞ്ച്, താഴത്തെ ഹിഞ്ചിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലാണ് ഡിഫ്ലക്ഷൻ ഉണ്ടായേക്കുന്നത്. ദെൻ മൊമെന്റ് എം ഇസിക്കൽ, മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്, മൊമെന്റ് എം ഇസിക്കൽ ടു ഈ ഡിസ്റ്റൻസ് ഇൻറ്റു ഇത് ലോഡ് എന്ന് പറയുന്നത് ഈ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ഇസിക്കൽ ടു ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. ദെൻ എം ഇസിക്കൽ ടു മൈനസ് പി ഇൻറ്റു വൈ. എം ഇസിക്കൽ ടു മൈനസ് പി ഇൻറ്റു വൈ കൊടുത്ത്. നെക്സ്റ്റ് നമുക്കറിയാം ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ശരിക്കും വരുന്നത് ഡിഫ്ലക്ഷൻ എന്നുള്ള ഫോർത്ത് മൊഡ്യൂളിലെ ഒരു ടേം വരുന്നതാണ്. നമ്മൾ ഈ ഇക്വേഷൻ്റെ ഡിറൈവേഷൻ ശരിക്കും വരുന്നത് ഫോർത്ത് മൊഡ്യൂളിലാണ്, ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരെ ഫിഫ്ത്ത് മൊഡ്യൂളിലേക്ക് കടന്നുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും പരിചയപ്പെടാൻ പോകുന്നുള്ളൂ ഫോർത്ത് മൊഡ്യൂളിൽ. ഈ ടേം എന്ന് പറയുന്നത് അപ്പോൾ ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസിക്കൽ ടു ബെൻഡിങ് മൊമെന്റ് എന്നുള്ളൊരു ഇക്വേഷനാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കേണ്ട ഇക്വേഷനാണ്, ഫോർത്ത് മൊഡ്യൂളിലുണ്ട്, അത് എടുക്കും. അപ്പോൾ ഞാൻ നേരെ ഫിഫ്ത്ത് മൊഡ്യൂളിലേക്ക് കടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇക്വേഷൻ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസിക്കൽ ടു മൈനസ് പി ഇൻറ്റു വൈ, ഓർ ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ ഈസിക്കൽ ടു 0. ദെൻ നമുക്ക് ഈ ഇക്വേഷനെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി ബൈ ഇ ഐ ഇൻറ്റു വൈ ഈസിക്കൽ ടു 0 എന്ന് എഴുതാം. അതായത് ലെറ്റ് പി ബൈ ഇ ഐ ഈസിക്കൽ ടു ആൽഫ സ്ക്വയർ എന്ന് കൊടുക്കാം. ദെൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ വൈ ഈസിക്കൽ ടു 0. ഇനി ഈ ഇക്വേഷൻ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ടുണ്ട്. ദെൻ ദ സൊല്യൂഷൻ ഓഫ് ദ എബോവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈസിക്കൽ ടു എ സൈൻ ആൽഫ എക്സ് പ്ലസ് ബി കോസ് ആൽഫ എക്സ്. ദെൻ അറ്റ് എക്സ് ഈസിക്കൽ ടു 0, എക്സ് 0 വരുമ്പോൾ y ഈസിക്കൽ ടു 0, എക്സ് 0 വന്നു കഴിഞ്ഞാൽ y ഈസിക്കൽ ടു 0. അപ്പോൾ 0 ഈസിക്കൽ ടു 0 പ്ലസ് ബി, ദാറ്റ് ഈസ് ബി ഈസിക്കൽ ടു 0. അറ്റ് എക്സ് ഈസിക്കൽ ടു എൽ,
y is equal to 0. അതായത് എക്സ് സീറോ വരുമ്പോൾ എന്ന് വെച്ചാൽ ഈ കൂടെ എക്സ് സീറോ വരുന്നത് വെച്ചാൽ എക്സ് സീറോ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ് സീറോ വരുമ്പോൾ ഡിഫ്ലക്ഷൻ ഇല്ല, y is equal to 0 ആണ്. കണ്ട, അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ് സീറോ വരുമ്പോൾ y is equal to 0. അപ്പോൾ y ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, y 0 കൊടുക്കുക. ഇവിടെ a സൈൻ ആൽഫ ഇൻറ്റു 0 പ്ലസ് ബി കോസ് ആൽഫ ഇൻറ്റു 0. ഇത് ഈ ടൈം 0 വരും, ഇവിടെ b വരും. കോസ് 0 എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ 0 is equal to 0 പ്ലസ് ബി, അപ്പോൾ b 0. ഇനി അടുത്തത് എക്സ് is equal to L. എക്സ് is equal to L എന്ന് പറയുമ്പോൾ ഇങ്ങേ അറ്റത്താണ്, ഈ അറ്റത്തും ഡിഫ്ലക്ഷൻ ഇല്ല, അവിടെയും 0 ആണ്. അപ്പോൾ എക്സ് is equal to L വരുമ്പോൾ y is equal to 0. അപ്പോൾ അത് കൊടുക്കുക. Then 0 is equal to a sin alpha L plus b cos alpha L. That is a sin alpha L plus 0. A sin alpha L is equal to 0. A cannot be 0. Therefore, sin alpha L is equal to 0. Then alpha L is equal to, അപ്പോൾ സൈൻ ആൽഫ എൽ 0 വരണമെങ്കിൽ ആൽഫ എല്ലിൻ്റെ വാല്യൂ എത്ര വരും? 0 വരാം, പൈ വരാം, 2π, അങ്ങനെ പോകും. അപ്പോൾ ടേക്ക് ആൽഫ എൽ ഈസ് ഇക്വൽ ടു പൈ. ആൽഫ എൽ എന്ന് പറയുന്നത് നമ്മൾ പൈ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് ആൽഫ സ്ക്വയർ ഈസ് ഇക്വൽ ടു പി ബൈ ഇ ഐ ആണ് കൊടുത്തിരുന്നത്. ദെൻ ആൽഫ ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ ഇ ഐ. ഇത് നമ്മൾ നേരത്തെ അസ്യൂം ചെയ്തായിരുന്നു. പി ഐ ലെറ്റ് പി ബൈ ഇ ഐ ഈസ് ഇക്വൽ ടു ആൽഫ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൽഫ സ്ക്വയർ ഇസ് ഇക്വൽ ടു പി ബൈ ഇ ഐ, ദെൻ ആൽഫ ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ ഇ ഐ, ദെൻ ആൽഫ എൽ ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ ഇ ഐ ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു പൈ. കാരണം നമ്മൾ ആൽഫ ഇൻറ്റു എൽ എന്ന് പറയുന്ന പൈ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ ആൽഫ എല്ലിൻ്റെ വാല്യൂ 0π 2π ഇങ്ങനെ വരാം, ഏത് വേണമെങ്കിലും വരാം. അതിൽ നമ്മൾ പൈ ആണ് സെലക്ട് ചെയ്തത് ആൽഫ എല്ലിൻ്റെ വാല്യൂ. അപ്പോൾ ആൽഫ എൽ ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ ഇ ഐ ഇൻറ്റു എൽ ഇസ് ഇക്വൽ ടു പൈ. ഓർ പി ബൈ, അപ്പോൾ അല്ലെങ്കിൽ ഇതിനെ സ്ക്വയർ ചെയ്യും ഈ രണ്ട് ടൈം, ഈ ടൈമിനും ഈ ടൈമിനും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പി ബൈ ഇ ഐ ഇൻറ്റു എൽ സ്ക്വയർ ഈസ് ഇക്വൽ ടു പൈ സ്ക്വയർ. ദെർഫോർ പി ഈസ് ഇക്വൽ ടു പൈ സ്ക്വയർ ഇൻറ്റു ഇ ഐ ഡിവൈഡ് ബൈ എൽ സ്ക്വയർ. ഇതാണ് യൂളേഴ്സ് ഇക്വേഷൻ ഫോർ ക്രിപ്ലിംഗ് ഓർ ബക്ലിംഗ് ലോഡ് ഫോർ കോളംസ് വിത്ത് ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ഓർ ബോത്ത് എൻഡ്സ് പിൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ കൂടി കൺഫ്യൂഷൻ വരാനുള്ള ടൈം എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ പോർഷൻ എടുത്തിട്ടില്ല, അതാണ് ഫോർത്ത് മൊഡ്യൂളിൽ വരുന്ന ഒരു പോർഷനാണ്. ഫോർത്ത് മൊഡ്യൂളിൽ നമുക്ക് അതെന്തായാലും ഞാൻ എടുക്കും. അപ്പോൾ നേരെ ഫിഫ്ത്ത് മൊഡ്യൂളിലേക്ക് ചാടിയതാണ് നമുക്ക് ഈ ഒരു പോർഷൻ ഒരു ഇതായത്. അപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ മതി. ഇത് നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ തന്നെയാണ് ഫോർത്ത് മൊഡ്യൂളിൽ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നമ്മളിപ്പോൾ യൂളേഴ്സ് ഇക്വേഷൻ ഫോർ ബോത്ത് എൻഡ്സ് പിൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഹിഞ്ച്ഡിൻ്റെ കേസിൻ്റെ യൂളേഴ്സ് ക്രിപ്ലിംഗ് ഓർ ബക്ലിംഗ് ലോഡിൻ്റെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ പി എന്ന് പറയുന്നത് ബക്ലിംഗ് ഓർ ക്രിപ്ലിംഗ് ലോഡാണ്, പൈ സ്ക്വയർ. ഇ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ്, ഐ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ, എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് കോളം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇനി പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. നമ്മൾ ഓൾറെഡി യൂളേഴ്സ് ഫോർമുല കിട്ടിയതാണ്, പി ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ആണ്. ഇനി നമുക്ക് അറിയാം അത് ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് വരുമ്പോൾ കിട്ടിയത്. ഇനി നമ്മൾ ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇക്വേഷൻ യൂസ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ശരിക്കും ഇക്വാലൻ്റ് ലെങ്ത് ആണ് യൂസ് ചെയ്യുന്നത്. എൽ എന്ന് പറയുന്നതാണ് കോളം ലെങ്ത്, എൽ ഇ എന്ന് പറയുന്നതാണ് ഇക്വാലൻ്റ് ലെങ്ത്. പക്ഷേ യൂളേഴ്സ് ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എല്ലിൻ്റെ പകരം എൽ ഇ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പക്ഷേ ഒരു ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് വരുന്ന കേസിൽ എൽ ഈസ് ഈക്വൽ ടു എൽ ഇ തന്നെയാണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ യൂളേഴ്സ് ഫോർമുല ഫോർ ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് അതായത് വരുമ്പോൾ എൽ ഈസ് ഈക്വൽ ടു എൽ ഇ തന്നെയാണ്. Therefore P equation for crippling load is equal to pi square EI by L E square is equal to pi square L EI by L square തന്നെയാണ്. അപ്പോൾ L is equal to L E തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പൈ സ്ക്വയർ പ്രോബ്ലം ചെയ്യാനായിട്ട് പൈ സ്ക്വയർ EI by L square എന്നുള്ള ഇക്വേഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. കാരണം L is equal to L E തന്നെയാണ്, ഇക്വാലൻ്റ് ലെങ്ത് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് ഒറിജിനൽ ലെങ്ത്തും ആയിട്ട്.